വാർത്താമഴയിലേക്ക് വീണ്ടും ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്.സിക്ക് സമനില കുരുക്ക്. റിയൽ കശ്മീർ എഫ്.സിയോടാണ് സമനില വഴങ്ങിയത്. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആവേശകരമായ മത്സരം, പക്ഷേ സമനിലയിലാണ് കലാശിച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പക്ഷേ രണ്ടാം പകുതി നല്ല ആത്മാർത്ഥമായി രണ്ട് ടീമുകളും കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം ഗോകുലം കേരള എഫ്.സിയാണ് ഒരു ഗോൾ വഴങ്ങി. തൊട്ടുപിറകെ രണ്ടാം മിനിറ്റിൽ തന്നെ അത് തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വളരെ മനോഹരമായ ഒരു മത്സരം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്. 65-ാം മിനിറ്റിലാണ് ഗോകുലം ഗോൾ വഴങ്ങിയത്. 67-ാം മിനിറ്റിൽ അത് തിരിച്ചടിക്കാനും കഴിഞ്ഞു. അതിൽ നിർണായകമായിട്ടുള്ളത് PN നൗഫലിൻ്റെ പാസ്സായിരുന്നു. നൗഫൽ ഇപ്പോൾ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഇന്ന് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വിജയം കിട്ടിയില്ല. എന്നാലും നല്ല രീതിയിലുള്ള ഒരു കളി കാഴ്ചവെക്കാൻ കഴിഞ്ഞു തന്നെയാണ്. ടീം നന്നായി കളിച്ചു, കുഴപ്പമില്ല. എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില മാച്ചുകൾ അങ്ങനെയല്ല. കളി ഇപ്പോൾ അടുപ്പിച്ച് 2-3 കളി, ഇപ്പോൾ ഒരു കളി ഡ്രോ ആയി, 2 കളി ലോസായി. ആ 3 കളി നമ്മൾ നിർണായക കളിയിനി. പക്ഷേ അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോയിന്റ് അടിസ്ഥാനത്തിൽ ലീഡായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ 3 കളി ഇങ്ങനെ ആയി. തുടർച്ചയായ 6 ജയങ്ങളുടെ ഒരു അകമ്പടിയിലാണ് പിന്നീട് 2 ലോസും പിന്നെ ഇപ്പോൾ സമനിലയും. ഇനിയുള്ള ഓരോ മത്സരവും നിർണായകമാണ്. ഇനിയും 5 മാച്ചുണ്ട്. നമുക്ക് 4 ഹോം മാച്ച് വരെ അവേ മാച്ച് ഉണ്ട്. ഇനിയുള്ള മാച്ച് നമുക്ക് നിർണായകമാണ്. മാക്സിമം എല്ലാവരും കഴിയണത്ര രീതിയിൽ നന്നായി കളിക്കാൻ നോക്കും. പിന്നെ കളിയാണ് പറയാൻ പറ്റില്ല. നമ്മൾ പോയിന്റ് കുറച്ച് അടിയിലാണുള്ളത്. പക്ഷേ ചിലപ്പം ഓപ്പോസിറ്റ് ടീം തോക്കുന്നതനുസരിച്ച് നമുക്ക് പോയിന്റ്, നമ്മൾ ജയിക്കുന്നതനുസരിച്ച് പോയിന്റ് അടിസ്ഥാനം അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളെന്തായാലും വിട്ടില്ല. എന്തായാലും മാക്സിമം എല്ലാവരും എഫേർട്ട് എടുത്ത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ 2ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് മാറുന്നൊരു ഘട്ടമാണ്. 4 സ്ഥാനത്തുള്ളത്. ഇപ്പോൾ ഈ മറ്റേ ടീമിൻ്റെ കളി പോലെ ഉണ്ടാവും. നമ്മളെ പോയിന്റ് അടിസ്ഥാനം ഇനി മറ്റേ ടീം തോൽക്കുക ജയിക്കാനനുസരിച്ച് നമ്മുടെ ടീം മുമ്പോട്ടോ ബാക്കോട്ടോ ആവും. അപ്പോൾ പിന്നെയുള്ള 5 കളി നമ്മൾ മാക്സിമം നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കും. മനോഹരമായ ഒരു മത്സരം കാഴ്ചവെച്ചു. പക്ഷേ സമനിലയിലാണ് അവസാനിച്ചത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലൂടെയാണെങ്കിലും ഈ ലീഗിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നൗഫൽ പങ്കുവെക്കുന്നത്. ഇനി 5 മത്സരങ്ങളാണുള്ളത്. അതിൽ ഓരോന്നും നിർണായകമാണ്. ആ മത്സരങ്ങളെല്ലാം വിജയിക്കാൻ കഴിഞ്ഞാൽ ഐ ലീഗിൽ ഗോകുലം കേരള എഫ്.സിക്ക് 3ാം കിരീടം സ്വന്തമാക്കാൻ കഴിയും. അതിലൂടെ അവർക്ക് ISL എന്നുള്ള വലിയ സ്വപ്നത്തിലേക്ക് അടുക്കാൻ കഴിയും. ആ ഒരു പ്രതീക്ഷയാണ് താരങ്ങൾ പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24.